കോഴിക്കോട് വിലങ്ങാട്ടേക്ക് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ഉരുൾപൊട്ടലുണ്ടായ അടിച്ചിപ്പാറ, മഞ്ഞച്ചീളി, പാനോം മേഖലയിൽ 4 അംഗ സംഘമാണ് സന്ദർശനം നടത്തിയത്. കളക്ടറേറ്റിലെ യോഗത്തിന് ശേഷമാണ് സംഘം ദുരന്ത മേഖലയിൽ എത്തിയത്. കഴിഞ്ഞ 30-ന് പുലർച്ചെയുണ്ടായ നിരവധി ഉരുൾപൊട്ടലുകളിൽ ഒരാൾക്കാണ് ജീവൻ നഷ്ടമായത്. 14 വീടുകൾ ഒഴുകിപ്പോയി. 112 വീടുകൾ വാസയോഗ്യമല്ലാതായി. കൃഷി, റവന്യൂ, പൊതുമരാമത്ത്, KSEB, ജലവിഭവം എന്നിങ്ങനെ വിവിധ വകുപ്പുകൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഉരുൾപൊട്ടലിന് 100-ലേറെ പ്രഭവ കേന്ദ്രങ്ങളുണ്ടെന്ന് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ്, സോയിൽ കൺസർവേഷനിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രദേശത്ത് പരിശോധന നടത്തുന്നത്. റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. ഉരുൾപൊട്ടലിനെ തുടർന്ന് 2 ക്യാമ്പുകളിലായി 200ഓളം പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. മണ്ണും കല്ലും വന്ന് നിറഞ്ഞിട്ടുണ്ട്. പേടി ആടെ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. ഇനി 10-12 മണിയാകുമ്പോഴത്തേന് ഉരുൾ പൊട്ടിയിട്ട് വെള്ളം വന്നിട്ട് ഞങ്ങളെ വെള്ളം അങ്ങനെ വരുന്നത് കണ്ടുകൊണ്ട് ഓടി വേറൊരു വീട്ടിലേക്ക് കയറി. മേഖലയിൽ മന്ത്രിമാർ അടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയിരുന്നു. കനത്ത നാശനഷ്ടം സംഭവിച്ച വിലങ്ങാടിനായി സമഗ്രമായ പുനരധിവാസ പാക്കേജ് അനിവാര്യമാണ്. എത്രയും വേഗം അതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വിലങ്ങാട് നിന്ന് രജീഷ് കരുവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.